So hey guys, welcome back to Med Malayali Bulgaria. This is going to be the part 2 of packing essentials, and in this video we'll be talking about 5 other subcategories: banking and money, clothes, accommodation essentials, food utensils and food related items, lastly personal needs and Indian essentials. So our first topic is money and banking. Money and banking is about liquid cash. കയ്യിൽ എത്ര ലിക്വിഡ് ക്യാഷ് കൊണ്ടുവരണം? ലൈക്ക് ദ ഫസ്റ്റ് ടൈം നിങ്ങൾ വരുമ്പോൾ ലിക്വിഡ് ക്യാഷിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. ഡെഫിനറ്റ്ലി യു ഷുഡ് ബ്രിങ് ലിക്വിഡ് ക്യാഷ്. ഞാനൊരു അറൗണ്ട് റേറ്റ് ഞാൻ പറയാം. ഒരു 50,000 to 60,000 ഇന്ത്യൻ മണി നിങ്ങൾ യൂറോ ആക്കിയിട്ട് തന്നെ കൊണ്ടുവരിക. ദ മെയിൻ റീസൺ ഈസ് ബേസിക് ആയിട്ടുള്ള 3 എക്സ്പെൻസ് പറയാം, വിച്ച് ഇൻക്ലൂഡ്സ് ഒരു കുറച്ച് ഹെവി എമൗണ്ട് ആവശ്യമുള്ള 3 എക്സ്പെൻസ് ആണ്. ഒന്നാമത്തെ കേസ് നിങ്ങളുടെ കോൺട്രാക്ട് എഴുതുക. ലൈക്ക് അപ്പാർട്ട്മെൻറ്റ് കോൺട്രാക്ട് എഴുതുമ്പോൾ യു നീഡ് ടു പേ ദ ഡെപ്പോസിറ്റ് അലോങ് വിത്ത് 1 month റെൻറ്റ്. ഇത് യൂഷ്വലി ഇവിടുത്തെ എല്ലാ ലാൻഡ് ലോഡ്സും പ്രിഫർ ചെയ്യുന്നത് ഇൻ ക്യാഷ് ആയിട്ടാണ്. ബാങ്ക് ത്രൂ ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവരത്ര പ്രിഫർ ചെയ്യാറില്ല. സോ ബേസിക്കലി അവരെപ്പോഴും ചോദിക്കുന്നത് ക്യാഷ് ആയിട്ട് തന്നെയാണ്. ദ സെക്കൻഡ് എക്സ്പെൻസ് ഈസ് സിം കാർഡ് എടുക്കുന്നത്. ദ വെരി നെക്സ്റ്റ് ഡേ നിങ്ങൾ വരുന്ന ദിവസം നിങ്ങൾ സിം എടുക്കാൻ പോകും. ആൻഡ് ആസ് എ ഡെപ്പോസിറ്റ് യു ആർ സപ്പോസ് ടു പേ അറൌണ്ട് 50 to 60 euros. ലാസ്റ്റ് ടൈം ഞാൻ എടുത്ത സമയത്ത് ഇറ്റ് വാസ് 100 levs. സോ ഞാൻ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് 50 to 60 euros എന്ന് പറഞ്ഞത്. ആൻഡ് ലാസ്റ്റ്ലി ഈസ് അബൌട്ട് ദ ബൾഗേറിയൻ ഐ ഡി. ബൾഗേറിയൻ ഐ ഡി അപ്ലൈ ചെയ്യാനുള്ള ഇൻഷുറൻസ് ആയിക്കോട്ടെ, ടാക്സ് ആയിക്കോട്ടെ, കാർഡിൻ്റെ പ്രൈസ് ആയിക്കോട്ടെ, എല്ലാം കൂടെ അറൗണ്ട് 150 to 180 euros ഒരു ചിലവുണ്ട്. സോ ബേസിക്കലി ഈ 3 ചിലവ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു റേറ്റൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര ക്യാഷ് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ദ സെക്കൻഡ് തിങ് ഈസ് അബൌട്ട് ഇൻ്റർനാഷണൽ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. കാർഡ് കൊണ്ടുവന്നവരോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ബാങ്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ATM യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് നിങ്ങൾ ചോദിക്കുക. ATM യൂസ് ചെയ്യുന്നതിന് എക്സ്ട്രാ ചാർജസ് പിടിക്കുമോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ടാക്സ് പോകും എന്നുള്ള കേസ് നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് തന്നെ വരിക. എന്നിട്ട് മാത്രമേ ഇവിടെ ATM യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ പണി കിട്ടിയ കുറേ പേരെ എനിക്കറിയാം, ഈവൻ ഇൻക്ലൂഡിങ് മീ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വരുന്നതിന് മുന്നേ ബാങ്കുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ATM യൂസ് ചെയ്യുന്നത് ഓക്കെ ആണോ, ടാക്സിൻ്റെ കേസും ചാർജസിൻ്റെ കേസും പ്രോപ്പറായിട്ട് ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്നിട്ട് ATM കാർഡ് യൂസ് ചെയ്യാവൂ ഫോർ ക്യാഷ് വിത്ഡ്രോവൽ. ടാപ്പ് ആൻഡ് പേ ഈസ് ഫൈൻ, അതിൽ വലിയ ചാർജസ് പിടിക്കാറില്ല. ദാറ്റ് ഓൾസോ നിങ്ങൾ ചോദിച്ചിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ ഒരു ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ലോക്കൽ ഏതെങ്കിലും ബൾഗേറിയൻ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് റെവല്യൂട്ട് വൈസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ഈസ് അക്കോമഡേഷൻ എസെൻഷ്യൽസ്. ബേസിക് അക്കോമഡേഷൻ എസെൻഷ്യൽസിൽ ഞാൻ പറയും ബെഡ്ഷീറ്റ് ആൻഡ് പില്ലോ കേസ്. യൂഷ്വലി ഒരു അപ്പാർട്ട്മെൻറ്റിൽ ദാറ്റ് ഈസ് എ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെൻറ്റ്സിൽ ബ്ലാങ്കറ്റ്സ് ആൻഡ് പില്ലോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ബെഡ്ഷീറ്റ്സ് റെയർലി ആണ് പ്രൊവൈഡ് ചെയ്യാറ്. ഫോർ എ സേഫർ സൈഡ് നിങ്ങളത് ക്യാരി ചെയ്യുന്നതായിരിക്കും നല്ലൊരു കേസ്. നിങ്ങൾ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ കിങ് സൈസോ ക്വീൻ സൈസ് ബെഡിന് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് കൊണ്ടുവരിക. ചെറുതായി പോകരുത്, വലുതായാലും കുഴപ്പമില്ല. അക്കോമഡേഷൻ എസെൻഷ്യൽസ് വേണ്ടിയതാണ് ഹോം സ്ലിപ്പേഴ്സ്. എന്തായാലും ഒരു പെയർ സ്ലിപ്പേഴ്സ് നിങ്ങൾ എടുക്കുക, ബിക്കോസ് ദ ഫ്ലോർസ് ആർ റിയലി കോൾഡ്. സോ മേക്ക് ഷുവർ യു ബ്രിങ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ്. നെക്സ്റ്റ് സാധനം ഇലക്ട്രോണിക്സ് ആൻഡ് ഗാഡ്ജറ്റ്സിൽ വരേണ്ടതാണ്, ബട്ട് സ്റ്റിൽ ഐ എം സോറി, ഇത് ഇറ്റ്സ് അബൌട്ട് എക്സ്റ്റൻഷൻ കോഡ്സ്. എക്സ്റ്റൻഷൻ കോഡ് കൊണ്ടുവരണമെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ദർ ഇസ് നോ നീഡ് ടു ബ്രിങ് ആൻ എക്സ്റ്റൻഷൻ കോഡ്. അത്ര അത്യാവശ്യമില്ല. യൂഷ്വലി എല്ലാ ബെഡ്റൂംസിലും മിനിമം 3 to 4 പ്ലഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഒരു എക്സ്റ്റേണൽ വേറെ പ്ലഗ് പോയിൻറ്റ്സിന് നീഡില്ല. ഇൻ കേസ് വേണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വാങ്ങാവുന്നതാണ്. അടുത്തൊരു കാര്യം നിങ്ങൾക്ക് നീഡ് ഉണ്ടാകുന്ന ഒരു എമർജൻസി കേസിൽ നീഡ് ഉണ്ടാകുന്ന കാര്യമാണ് ഒരു സ്റ്റിച്ചിങ് കിറ്റ്. ഒരു ചെറിയൊരു ബേസിക് സ്റ്റിച്ചിങ് കിറ്റ് കൊണ്ടുവരിക, ലൈക്ക് വിത്ത് ബേസിക് നീഡിൽസ്, കുറച്ച് ബേസിക് കളേഴ്സിലുള്ള ത്രെഡ്. ഓൾസോ ഇൻ ബേസിക് ഡെയിലി നീഡ്സ് ട്രൈ ടു ബ്രിങ് എ ബാക്ക് പാക്ക്. കാര്യം നിങ്ങൾക്ക് ഒത്തിരി സാധനങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് കൊണ്ടുപോകാനായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു നോർമൽ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാൽ പോലും ഹെവി ആയിട്ടുള്ള സാധനങ്ങൾ കൈ പിടിക്കുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾക്കൊരു ബാക്ക് പാക്ക് ഉണ്ടെങ്കിൽ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ക്ലോത്ത്സ്. എന്തൊക്കെ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുവരണ്ട എന്ന് നമുക്ക് പറയാം. മെയിൻലി ഈസ് അബൌട്ട് വിൻ്റർ ജാക്കറ്റ്സ്.
യൂഷ്വലി നാട്ടിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അത്യാവശ്യം വിസയുടെ ഒക്കെ പ്രോസസ്സിംഗ് ഒക്കെ ലേറ്റായിട്ട് വിൻ്റർ ടൈമിലാണ്, പ്രോപ്പർ വിൻ്റർ ടൈമിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ആൻഡ് ഓൾസോ നാട്ടിൽ നിന്ന് സ്ട്രേറ്റ് വർണ്ണയിലേക്ക് ടിക്കറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്ന ഫ്ലൈറ്റ്സ് രാത്രിയിലാണ് ഇവിടെ എത്താറ്. അപ്പോൾ പിന്നെ തണുപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ നല്ലൊരു വിൻ്റർ ജാക്കറ്റ് എന്തായാലും വേണം. ഐ വോണ്ട് സേ ലൈക്ക് എല്ലാ ജാക്കറ്റും നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാമെന്ന്, പക്ഷേ ഇനീഷ്യൽ ഫേസിൽ നിങ്ങൾക്ക് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു ജാക്കറ്റ് എന്തായാലും കൊണ്ടുവരാം. ബാക്കി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, മേക്ക് ഷുവർ ടു ബ്രിങ് 2 to 3 sets ഓഫ് എത്നിക് വെയർസ് ഓർ ട്രഡീഷണൽ വെയർസ്. പ്രോപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് ഓണം മാത്രമേ ഉള്ളൂ. അല്ലാതെ പറയുകയാണെങ്കിൽ ഗ്യാതറിങ്സ് ഉണ്ടാവാറുണ്ട്, ലൈക്ക് ഫോർ ന്യൂ ഇയർ, ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഗ്യാദർ ചെയ്യാറുണ്ട്. അല്ലാതായാലും ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഗ്യാദറപ്പ് ആവാറുണ്ട്. അപ്പോഴൊക്കെ ഇന്ത്യൻ ഡ്രസ് ഇടാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ യു ക്യാരി 2 to 3 sets ഓഫ് എത്നിക് വെയർ. ആൻഡ് അതർ തിങ് ഇൻ ക്ലോത്ത് വുഡ് ബി ബേസിക് ടോപ്പ് ആൻഡ് ടേസ്റ്റ്. ഇത് കുറേ കൊണ്ടുവരാതിരിക്കുക. ബിക്കോസ് നമ്മൾ നാട്ടിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പ് വാങ്ങിക്കുന്ന ആ സെയിം റേറ്റ് നമുക്ക് ഇവിടെയും വാങ്ങിക്കാവുന്നതുള്ളൂ. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഹൈ എൻഡ് ബ്രാൻഡ്സ്. ഞാൻ ബേസിക് നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് ഗുഡ് ക്വാളിറ്റി ക്ലോത്ത്സിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. ദ നെക്സ്റ്റ് തിങ് വുഡ് ബി ഫുഡ് യൂട്ടൻസിൽസ് ആൻഡ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഫുഡിൻ്റെ കേസിൽ മെയിൻ സാധനം ഈസ് മസാലാസ്. നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇഷ്ടം ആ മസാലാസ് എല്ലാം ക്യാരി ചെയ്യാൻ നിങ്ങൾ നോക്കുക. ഒത്തിരി ഇല്ലെങ്കിലും നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോഴത്തേക്കിന് വരെ നിൽക്കാനുള്ള മസാലകൾ എന്തായാലും കൊണ്ടുവരാം. ബേസിക് ആയിട്ടുള്ള എല്ലാ മസാലാസും എടുക്കുക. ബിക്കോസ് നമുക്കിത് ഇവിടെ കിട്ടില്ല. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ഞാൻ ഹോൾ സ്പൈസസിൻ്റെ ഒക്കെ കാര്യം കേട്ടോ, ഞാൻ ചില ഷോപ്സിൽ ഹോൾ സ്പൈസസ് കണ്ടിട്ടുണ്ടെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുതലാണ്. അതിൽ നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. ആൻഡ് അതർ തിങ് ഇൻ ഫുഡ് വുഡ് ബി സ്നാക്സ് ആൻഡ് സേവറീസ്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സ്നാക്സോ സേവറീസ് കൊണ്ടുവരാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടൊരു ചിപ്സ് വാങ്ങിക്കാൻ പോയാൽ പോലും ദ ടേസ്റ്റ് ഈസ് വേ ടു പെയിൽ. ഭയങ്കര ഒരു പേൽ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ഫ്ലേവർ ഒന്നും നിങ്ങൾക്ക് ഇവിടെ കിട്ടണം എന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കഴിക്കാൻ താല്പര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ആഗ്രഹമുള്ളപ്പോൾ കഴിക്കാൻ വേണ്ടി കുറച്ച് സ്നാക്സ് ആൻഡ് സേവറീസ് കൊണ്ടുവരിക. ആൻഡ് അതർ തിങ് ഈസ് അബൌട്ട് യൂട്ടൻസിൽസ്. യൂട്ടൻസിൽസിൽ മെയിൻലി കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് പ്രഷർ കുക്കർ. പ്രഷർ കുക്കർ ഏത് സൈസിൽ എത്ര ലിറ്ററിൻ്റെ കൊണ്ടുവരണം എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യു ഗൈസ്. നിങ്ങളിപ്പോൾ എത്ര പേര് ഒരുമിച്ച് കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് നിങ്ങൾക്കത് തീരുമാനിക്കാം. നിങ്ങൾ 2 പേരാണോ 3 പേരാണോ അതോ സിംഗിൾ കുക്കിംഗ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എത്ര ലിറ്ററിൻ്റെ കുക്കറാണോ വേണ്ടത് അത് നിങ്ങൾക്ക് കൊണ്ടുവരാം. മെയിൻലി യൂട്ടൻസിൽസിൽ കുക്കർ മാത്രം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മതി. ബാക്കി എല്ലാ യൂട്ടൻസിൽസും നമുക്ക് വലിയ റേറ്റ് ഒന്നും ഇല്ലാതെ ഓൾമോസ്റ്റ് സെയിം നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന അതേ റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാം. പക്ഷേ കുക്കർ ഇസ് പ്രിറ്റി എക്സ്പെൻസീവ്. അപ്പോൾ കുക്കർ മറക്കാതെ എന്തായാലും കൊണ്ടുവരാം. So the other last thing would be personal care and Indian essentials. So in the area of personal care and Indian essentials, ഞാൻ പറയുന്നത് is about basic shampoo, conditioner, face wash, അങ്ങനത്തെ കാര്യങ്ങളാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ലൈക്ക് പ്രിസ്ക്രൈബ്ഡ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഫേസ് വാഷോ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ എന്തായാലും നിങ്ങളത് സ്റ്റോക്ക് ചെയ്ത് തന്നെ കൊണ്ടുവരിക. അതിവിടെ വന്നിട്ട് വേറെ വാങ്ങി ട്രൈ ചെയ്യാന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ വരാതിരിക്കുക. ബിക്കോസ് വി ഡോണ്ട് നോ അതെങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യും, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ആ സെയിം ബ്രാൻഡിനെ നിങ്ങൾ കൊണ്ടുവരിക. അതല്ല ഇപ്പോൾ നിങ്ങൾ അങ്ങനെ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾ നോർമലി എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ലൈക്ക് ലോറിയൽ, ട്രെസ്മി, ഡവ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ആ സെയിം സാധനം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അത് നാട്ടിൽ നിന്ന് ചുമന്ന് വരണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ദ മെയിൻ തിങ് ഈസ് നിങ്ങൾ നാട്ടിൽ കൊടുക്കുന്ന സെയിം റേറ്റിന് ബെറ്റർ ക്വാളിറ്റി സാധനമാണ് ഇവിടെ കിട്ടുന്നത്. സോ ഐ വുഡ് സേ നിങ്ങൾ ആ സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട, ഇവിടുന്ന് തന്നെ വാങ്ങാവുന്നതുള്ളൂ. സോ ദ അതർ തിങ് ഈസ് അബൌട്ട് ഹെയർ ഓയിൽ. നിങ്ങൾ നാട്ടിൽ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ ഹെയർ ഓയിലും കൂടെ കൊണ്ടുവരിക. ഇവിടെ ഞാൻ അങ്ങനെ എങ്ങും ഹെയർ ഓയിൽ കണ്ടിട്ടില്ല. സോ ഇറ്റ്സ് ബെറ്റർ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ ഹെയർ ഓയിൽ കൊണ്ടുവരിക. ഇനി പറയാൻ പോകുന്ന കാര്യം ഈസ് മോർ റിലേറ്റഡ് ടു ഗേളീസ്. സോ നിങ്ങൾ സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യുന്നത് മിനിമം 2 to 3 months പാഡ്സ് എന്തായാലും സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ വന്നിട്ട് പുതിയൊരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നിങ്ങൾക്കത് സൂട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ഓക്കെ ആണ്, കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്ക് ഷിഫ്റ്റ് ആവുക. മിനിമം 2-3 മാസത്തേക്കിനുള്ള സാനിറ്ററി പാഡ്സ് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാം. ബിക്കോസ് നമ്മൾ അവിടെ ഒരു ബ്രാൻഡുമായിട്ട് യൂസ്ഡ് ആണ്, ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റായിട്ട് യൂസ്ഡ് ആണ്. അതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ദർ ക്യാൻ ബി സം കൈൻഡ് ഓഫ് റാഷസ് ഓർ സംതിങ്. അപ്പോൾ ഇവിടുത്തെ ബ്രാൻഡായിട്ട് നിങ്ങൾ യൂസ്ഡ് ആവുന്നിടം വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ബാക്കപ്പ് എപ്പോഴും കരുതിയിട്ട് വേണം വരാൻ. പിന്നെ എനിക്ക് പറയാനുള്ള ഈ ഹോം സിക്നെസ് ഒക്കെ ഉള്ളവരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ട്രൈ ടു നിങ്ങളെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക. ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ ചെയ്തത് ഐ ടുക്ക് എ ലോട്ട് ഓഫ് ഫോട്ടോസ്
I printed it out. I sticked it on my wall so that I don't feel much distant from my family. ആ ഒരു കണക്ഷൻ കീപ്പ് ചെയ്യാനും നമുക്ക് ഒരു ഹാപ്പി ഫീലിംഗ് തരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം. ഐ ബോട്ട് മൈ ബൈബിൾ അലോങ് വിത്ത് മീ. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബട്ട് മേക്സ് എ റിയലി ബിഗ് ഡിഫറൻസ്. സോ ഫൈനലി ഐ വോണ്ട് ടു ടെൽ യു ഓൾ, ലൈക്ക് ബി പ്രിപ്പയർഡ് ഫോർ എവറിത്തിങ്. ലൈക്ക് ഹോം സിക്നെസ് ആയിക്കോട്ടെ, കൾച്ചറൽ ഷോക്ക് ആയിക്കോട്ടെ, ലാംഗ്വേജ് ബാരിയർ ആയിക്കോട്ടെ, എല്ലാം ഉണ്ടാവും. ബട്ട് ഐ എം ഗോണ ടെൽ യു, ഗിവ് യുവർ സെൽഫ് സം ടൈം. Everything is going to settle in. So that's all for today. I hope this video was pretty helpful. Hope to see you guys in another video. Till then, bye bye.